ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് എല്ലാവരും കണ്ടതാണ്. ഇന്നലെ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചത്. കാരണം ജാസ്മിൻ ജിൻഡോനെ അടിച്ച കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു കോയിൻ ടാസ്കിൻ്റെ, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഒന്നും തന്നെ ഉണ്ടായില്ല. മൊത്തമായിട്ട് ഒരു ശ്രീധു ഷോ ആക്കി മാറ്റി ഇന്നലെ ലാലേട്ടൻ. മൊത്തമായിട്ട് എന്താ പറയുക, ശ്രീധുവിനെ പുകഴ്ത്തുക. ഇതിലിപ്പോൾ ഒരു വലിയ ക്യാപ്റ്റൻ ബിഗ് ബോസിൻ്റെ ഒരു സീസണിലും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ശ്രീധുവിനെ അങ്ങനെ പൊക്കി ഒരു മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ദിവസം ശ്രീധു അർജുനും കൂടി ഒരു കാര്യവുമില്ലാതെ വിശ്രമിക്കുമായിരുന്നു കുറേ കാലം. അങ്ങനെ ശ്രീധുവിന് ക്യാപ്റ്റൻസി എല്ലാവരും കൂടി കൊടുത്തു, ക്യാപ്റ്റൻസി കിട്ടി. ഇപ്പോൾ ശ്രീധുവിനെ ലാലേട്ടൻ പൊക്കി മുകളിൽ എത്തിച്ചു. ഇനി വീണ്ടും അടുത്ത ആഴ്ച തൊട്ട് അവർക്ക് വീണ്ടും പഴയ പോലെ അവിടെ ഇരിക്കാം, കുഴപ്പമില്ല, അതിങ്ങനെ തുടരും. ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്തവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ എന്തെങ്കിലും പറയുന്ന ആൾക്കാർ മുഴുവൻ പുറത്തായിരിക്കും. കാരണം ബിഗ് ബോസിന് കണ്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് പുറത്ത് ആക്കിക്കൊണ്ടേയിരിക്കും. ബാക്കി അങ്ങനെ സൈഡിൽ വിശ്രമിക്കുന്നവർക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. എല്ലാവരും പറഞ്ഞു റസ്മിൻ ബായ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ എല്ലാവരും വോട്ട് ചെയ്ത് പുറത്താക്കും എന്നൊക്കെയായിരുന്നു കുറേ കമൻറ്റുകൾ. പല വീഡിയോസിൻ്റെ അടിയിൽ നമ്മൾ കണ്ട കമൻറ്റുകളാണ്. പക്ഷെ ഇപ്പം എന്തായി, വീണ്ടും റസ്മിൻ ബായ് എല്ലാവരും കൂടി വോട്ട് ചെയ്ത് അകത്താക്കി. അവരുടെ ഉള്ളിലുള്ളവർ തന്നെ വോട്ട് ചെയ്ത് ക്യാപ്റ്റൻസി ടാസ്കിൽ കൊണ്ടുവന്നു. അവസാനം ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചതാണ്, ക്യാപ്റ്റനുമായി. അങ്ങനെ ഒരാഴ്ചയും കൂടി കടന്നു കിട്ടി. ഇനി അടുത്ത ആഴ്ച വീണ്ടും റസ്മിൻ പുരാണമായിരിക്കും. ഇത്രയും നല്ല ക്യാപ്റ്റൻ, ശ്രീധുവിനെക്കാട്ടിയും വലിയ ക്യാപ്റ്റനായിരിക്കും റസ്മിൻ എന്നുള്ള രീതിയിലാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അവിടെ റസ്മിനൊന്നും എതിരാളികളില്ല. കാരണം ആരും ഒന്നും പറയില്ല. റസ്മിൻ ഏറ്റവും നല്ല ക്യാപ്റ്റനായി അടുത്ത ആഴ്ച വരും. ഇവിടെ ക്യാപ്റ്റൻസിയിൽ പ്രശ്നം വരണമെങ്കിൽ ജിൻഡോ വരണം. കാരണം ജിൻഡോനെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നന്ദനയോ ജിൻഡോയോ അവരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊരിക്കും. എല്ലാവരും കൂടി പൊരിച്ച് ഇതിൽ ഒരു മോശം ക്യാപ്റ്റൻ ഇല്ല എന്നുള്ള രീതിയിലാക്കും. റസ്മിന് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം അടുത്ത ആഴ്ച എന്തായാലും റസ്മിൻ നല്ല ക്യാപ്റ്റനായിട്ട് ലാലേട്ടനും പറയും, ഹൗസിലെല്ലാവരും പറയും. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല. പിന്നെ ബാക്കിയുള്ള അവിടുത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് യാതൊരുവിധ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതിങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും, യാതൊരുവിധ കുഴപ്പമില്ല. കാരണം വിശ്രമിക്കുന്നവരാണ് അവിടെ പേരും. കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവനെ പുറത്താക്കും. ഇപ്പോൾ സിബിൻ വന്നു, ഗെയിം കളിച്ചു, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും കാണികൾ കാണാൻ അവനെ പുറത്താക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ആകെ ബാലൻസ് ഉള്ള ജിൻഡോ ആണ്. ആൾ കാണിക്കുന്ന എല്ലാത്തിനും നമ്മൾ അനുകൂലിക്കില്ല. പക്ഷേ കുറച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറയുന്ന ആൾ ജിൻഡോ ആണ്. ഇപ്പോൾ ആളെയും കൂടി ഒന്ന് പുറത്താക്കി കിട്ടിയാൽ ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് വിശ്രമിച്ച് ഈ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോവാം. അങ്ങനെ ഇതൊരു നല്ലൊരു ഷോ ആയി മുന്നോട്ട് പോകും. കാരണം അങ്ങനെയുള്ള ഇത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം വിശ്രമിക്കുക. നമ്മളെ സായി, അഭിഷേക്, അതേപോലെ ഇപ്പോൾ സിജോ, ഋഷി, ഇവരൊക്കെ ചെയ്യുന്നത് കറക്റ്റ് ഗെയിമാണ്. കാരണം ഒരു സൈഡിൽ വിശ്രമിക്കുക, എപ്പോഴെങ്കിലും വല്ല ഗെയിമും വരും, അത് കളിക്കുക, വേറെ ഇഷ്യൂസൊന്നുമില്ല. നമ്മുടെ അർജുൻ, ഇവരൊക്കെ സുഖകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ആരുമായിട്ടും പ്രശ്നങ്ങളില്ല. പ്രശ്നം എന്തിനാണ്? പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ ബിഗ് ബോസ്. സുഖമായിട്ട് വിശ്രമിക്കുക, അതാണ് നല്ലൊരു ഗെയിം. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടുകൊണ്ടേയിരിക്കും ആളുകൾ. എത്ര കാലം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയില്ല. എന്തായാലും ബിഗ് ബോസും ലാലേട്ടനും ഇങ്ങനെ തുടരട്ടെ. നമ്മളിത് കാണേണ്ടവർ കണ്ടുകൊണ്ടേയിരിക്കുക, വേണ്ടാത്തവർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും സംഭവിക്കാനില്ല. ഈ സീസൺ 6 ഇങ്ങനെ ഉറങ്ങി അങ്ങ് തീരും.